നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. മേടം രാശിയിൽ ജനിച്ചവർ ഭാഗ്യവാന്മാരാണോ? പലപ്പോഴും മേടം രാശിയിൽ ജനിച്ചവർക്കിടയിൽ ഒരാശയക്കുഴപ്പം കാണാറുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാശിയിൽ ജനിച്ചത് എന്ന് ചിലർ നിരാശയോടെ ചോദിക്കാറുണ്ട്. ഈ രാശിയിൽ ജനിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് വിശ്വസിക്കുന്നവരും എന്നാൽ ഇതിൽ അഭിമാനിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ മാറേണ്ടതുണ്ട്. മേടം രാശിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഈ രാശിയിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേക കഴിവുകൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞുതരാം. രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയായ മേടം ഊർജ്ജസ്വലതയുടെയും നേതൃപാടവത്തിന്റെയും പ്രതീകമാണ്. ഈ രാശിക്കാരുടെ സ്വഭാവത്തിന് പിന്നിലെ ജ്യോതിഷപരമായ കാരണങ്ങളും അവ അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും നമുക്ക് നോക്കാം. ജ്യോതിഷത്തിൽ കാലപുരുഷന്റെ ജാതകം കണക്കാക്കുമ്പോൾ 1-ാം ഭാവത്തിലാണ് മേടം വരുന്നത്. 1-ാം ഭാവം എന്നത് നമ്മുടെ ശരീരത്തെയും വ്യക്തിത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേടം രാശിക്കാർ എപ്പോഴും എന്തിനും മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ഗ്രഹങ്ങളിൽ ഒരു സേനാപതിയുടെ സ്ഥാനമാണ് ചൊവ്വയ്ക്കുള്ളത്. കൂടാതെ ഇതൊരു അഗ്നിതത്വമുള്ള രാശിയുമാണ്. തീ പോലെ എരിയുന്ന ഊർജം ഇവരിലുണ്ട്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. ഒരു ജോലി തനിക്ക് അറിയുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നതിന് മുൻപേ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇവർക്കുണ്ടാകും. തോറ്റുകൊടുക്കാൻ ഇവർക്ക് മടിയാണ്. മേടം ഒരു ചരരാശിയാണ്. ചരമെന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഒരു സ്ഥലത്ത് തന്നെ അടങ്ങിയിരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും പുതിയ മാറ്റങ്ങളും യാത്രകളും ആഗ്രഹിക്കുന്നവരാണിവർ. പതുക്കെയുള്ള നീക്കങ്ങൾ ഇവരെ അസ്വസ്ഥരാക്കും. ചൊവ്വയുടെയും അഗ്നിയുടെയും സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പൊതുവെ ക്ഷമ വളരെ കുറവായിരിക്കും. കാര്യങ്ങൾ വിചാരിച്ച വേഗത്തിൽ നടന്നില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. ദേഷ്യം വന്നാൽ പിന്നെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ താൻ പറയുന്നത് ശരിയാണോ എന്നോ ചിന്തിക്കാതെ പ്രതികരിക്കും. എന്നാൽ ഈ ദേഷ്യം അധിക നേരം നിൽക്കില്ല. തീ കെട്ടടങ്ങുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഇവർ ശാന്തരാവുകയും ചെയ്യും. ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനോ ആരെങ്കിലും തങ്ങളെ നിയന്ത്രിക്കാനോ മേടം രാശിക്കാർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനാണ് ഇവർക്ക് താല്പര്യം. ഒരു സേനാപതിയെ പോലെ മറ്റുള്ളവരെ നയിക്കാനാണ് ഇവർക്കിഷ്ടം. ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാൽ ഒട്ടും മടിക്കാതെ സഹായിക്കാൻ ഇവർ മുന്നിട്ടിറങ്ങും. എന്നാൽ ഇവരുടെ അമിതമായ ധൃതിയും തുറന്നടിച്ചുള്ള സംസാരവും പലപ്പോഴും വിനയാകാറുണ്ട്. ആലോചിക്കാതെ സംസാരിക്കുന്നത് മൂലം മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കാനും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ആത്മവിശ്വാസവും ധൈര്യവുമാണ് മേടം രാശിക്കാരുടെ കരുത്ത്. എടുത്തുചാട്ടം കുറച്ച് അല്പം കൂടി ക്ഷമ ശീലിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ രാശി ലഭിച്ചത് എന്ന്. മേടം രാശിയിൽ ജനിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്ന ചിലരുണ്ട്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. സത്യത്തിൽ ജ്യോതിഷപ്രകാരം ഒരു രാശിയും മോശമല്ല. നിങ്ങൾ മേടം രാശിക്കാരനായി ജനിച്ചു എന്നത് നിങ്ങളുടെ നിയോഗമാണ്. അതിനു പിന്നിലെ ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. ഈ രാശിയിൽ ജനിക്കാൻ കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് എന്നതുകൊണ്ടാണ്. എളുപ്പ വഴികളിലൂടെ വിജയിക്കുന്നതിനേക്കാൾ സ്വന്തം അധ്വാനത്തിലൂടെ ഉയരങ്ങളിലെത്താനാണ് നിങ്ങളുടെ നിയോഗം. മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കാരുടെയും സഹായമില്ലാതെ ഇത് ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് നിങ്ങളുടെ മുഖമുദ്ര. മേടം രാശിക്കാർ ഭൂതകാലത്തെ ഓർത്ത് സങ്കടപ്പെടാനോ ഭാവിയോർത്ത് ആകുലപ്പെടാനോ സമയം കളയാറില്ല. എത്ര പരാതികളും പ്രതിബന്ധങ്ങളും ഉണ്ടായാലും നിങ്ങൾ തളരാതെ മുന്നോട്ടു പോകും. വീണാലും ഉടനെ എഴുന്നേറ്റോടാനുള്ള ആ പ്രത്യേക ഊർജം മേടം രാശിക്കാർക്ക് മാത്രം സ്വന്തമാണ്. മേടം രാശിക്കാരുടെ പ്രണയബന്ധങ്ങളിലും വിവാഹ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ അസ്വാരസ്യങ്ങൾ കാണാറുണ്ട്. ഇതിനു പിന്നിൽ ശക്തമായ ഒരു ജ്യോതിഷ കാരണമുണ്ട്. നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വയാണ്. നിങ്ങളുടെ 5-ാം ഭാവത്തിന്റെ അഥവാ പ്രണയത്തിന്റെ ഭാവത്തിന്റെ അധിപൻ സൂര്യനാണ്. ചൊവ്വയും സൂര്യനും അഗ്നിതത്വമുള്ള ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ
നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഒരുപോലെ മുൻശുണ്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത സാഹചര്യങ്ങൾ വരുന്നത് ബന്ധങ്ങളെ ബാധിച്ചേക്കാം. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പലപ്പോഴും തെറ്റായ ധാരണകളാണ് ഉണ്ടാവുക. നിങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ നേരിട്ട് പറയുന്നവരാണ്. മനസ്സിൽ ഒന്നുവെച്ച് പുറമേ മറ്റൊന്ന് കാണിക്കാൻ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഈ തുറന്ന സംസാരവും ആത്മവിശ്വാസവും കാണുമ്പോൾ നിങ്ങൾ അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം. എന്നാൽ നിങ്ങളെ അടുത്തറിയുന്നവർക്കറിയാം നിങ്ങൾ സത്യസന്ധരും ശുദ്ധമനസ്കരുമാണെന്ന്. ആരോടും പകയോ വിദ്വേഷമോ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രകൃതമല്ല നിങ്ങളുടേത്. ചുരുക്കത്തിൽ മറ്റുള്ളവരെ നയിക്കാനും സ്വന്തം വഴി സ്വയം വെട്ടിത്തുറക്കാനുമാണ് നിങ്ങൾ മേടം രാശിയിൽ ജനിച്ചത്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ പിന്തുണ വളരെ പ്രധാനമാണ്. മേടം രാശിക്കാർക്ക് എല്ലാവരുമായും ഒത്തുപോകാൻ കഴിയില്ലെങ്കിലും കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനു, മീനം രാശിക്കാരുമായുള്ള ബന്ധം നിങ്ങൾക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. ഈ രാശിക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതോ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതോ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും പുരോഗതിയും നൽകും. ഇവർ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ വളർച്ചയിൽ കൂടെ നിൽക്കാനും സാധ്യത കൂടുതലാണ്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു വഴിത്തിരിവുണ്ടാകുന്ന പ്രായമുണ്ടാകും. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് 27 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവാണ്. ഈ 3 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ കൂടുതൽ പക്വതയുള്ളവരായി മാറും. നല്ലൊരു ജോലി ലഭിക്കാനോ ബിസിനസ്സിൽ വലിയ വളർച്ചയുണ്ടാകാനോ ഈ പ്രായം സഹായിക്കും. സ്വന്തമായ ഒരു വീട് വാങ്ങുകയോ വസ്തുവകകൾ സമ്പാദിക്കുകയോ ചെയ്യാനുള്ള ഭാഗ്യം ഈ സമയത്ത് നിങ്ങളെ തേടി വരും. വരും വർഷങ്ങൾ മേടം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. പ്രധാനപ്പെട്ട ചില ഗ്രഹമാറ്റങ്ങൾ നമുക്ക് നോക്കാം. നിലവിൽ ശനി നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ 2027 ജൂൺ മാസത്തോടുകൂടി ശനി നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ കരിയറിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം. ഈ വർഷം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വലിയ കമ്പനികളിൽ അവസരം കാത്തിരിക്കുന്നവർക്കും നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. 2026 ഡിസംബർ മുതൽ 2028 പകുതി വരെ രാഹു 10ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇത് IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലുള്ളവർക്ക് വലിയ നേട്ടങ്ങൾ നൽകും. ഈ സമയത്ത് ജോലിയിൽ കഠിനാധ്വാനത്തെക്കാൾ ഉപരി ബുദ്ധിപരമായി നീങ്ങുന്നവരായിരിക്കും വിജയിക്കുക. ഈ കാലയളവിൽ നിങ്ങളുടെ ശാരീരികാരോഗ്യത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ വന്നേക്കാം. പ്രധാനമായും കാലുവേദന, സന്ധിവേദന, പല്ല് അല്ലെങ്കിൽ തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. 2028 മുതൽ 2029 പകുതി വരെ നിങ്ങളുടെ പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. വരാനിരിക്കുന്ന വർഷങ്ങൾ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകും. ക്ഷമയോടെയും ബുദ്ധിപരമായി നീങ്ങിയാൽ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജ്യോതിഷപ്രകാരം വരാനിരിക്കുന്ന ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കാനും ഇനി പറയുന്ന കാര്യങ്ങൾ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ രാശാധിപൻ ചൊവ്വയായതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാ സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ഇത് നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാനും തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാനും സഹായിക്കും. ദിവസവും ഓം നമഃശിവായ ജപിക്കുക. ഏറ്റവും ലളിതവും എന്നാൽ അതീവ ശക്തിയുള്ളതുമായ മന്ത്രമാണിത്. ദിവസവും 108 തവണയെങ്കിലും ഓം നമഃശിവായ ജപിക്കുന്നത് മനസ്സിന്റെ ചഞ്ചലത കുറയ്ക്കാനും ഏത് വലിയ പ്രതിസന്ധിയിലും ശാന്തമായിരിക്കാനും നിങ്ങളെ സഹായിക്കും. ജോലിസ്ഥലത്തെ തടസ്സങ്ങൾ മാറാനും ശത്രുദോഷങ്ങൾ ഇല്ലാതാക്കാനും ആദിത്യ ഹൃദയ സ്തോത്രം പാരായണം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഇത് നിങ്ങളുടെ കരിയറിൽ വലിയ ഉയർച്ചകൾ കൊണ്ടുവരും. മേടം രാശിക്കാർക്ക് വരാനിരിക്കുന്ന കാലം വലിയ അവസരങ്ങളുടേതാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചും പ്രാർത്ഥനയോടെയും മുന്നോട്ടു പോയാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.